67 കോടി രൂപ, അതും ഒരു മണിക്കൂറിൽ സമ്പാദിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്കറിയുമോ? മനസ്സിൽ വന്ന ചിത്രം ലോക കോടീശ്വരൻ ഇലോൺ മസ്കിന്റെ ആണെങ്കിൽ അതങ്ങ് മായ്ച്ചേരെ. പ്രതിവർഷം ലക്ഷങ്ങളും കോടികളും ശമ്പളം വാങ്ങുന്നവരുടെ കഥകൾ ഇന്നും സർവ്വസാധാരണമാണ്. എന്നാൽ മണിക്കൂറിൽ 67 കോടി രൂപ നേടുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമല്ല. അവിശ്വസനീയമാണെന്ന് തോന്നാമെങ്കിലും ഇത് സത്യമാണ്. ലോകത്തെ രണ്ടാമത്തെ വലിയ കോടീശ്വരനും ആമസോണിന്റെ സ്ഥാപകനുമായ ജെഫ് ബെസോസിനെ പറ്റിയാണ് പറഞ്ഞു വരുന്നത്. പലരും തന്റെ ജീവിതത്തിലുടനീളം കഷ്ടപ്പെട്ടാലും ലഭിക്കാത്ത തുകയാണ് ബെസോസ് മണിക്കൂറുകൾ കൊണ്ട് ഉണ്ടാക്കുന്നത്. ശരിക്കും മിനിറ്റുകൾക്ക് വിലയുള്ള മനുഷ്യൻ. ഇൻകം റിപ്പോർട്ട് പ്രകാരം 2024 ജെഫ് ബെസോസ് മണിക്കൂറിൽ $8 ബില്യൺ, ഏകദേശം 67.2 കോടി രൂപ സമ്പാദിക്കുന്നുണ്ട്. കണക്കുകൾ ഞെട്ടിക്കുന്നതാണെങ്കിലും വർഷങ്ങളായി അദ്ദേഹത്തിന്റെ സാലറി വർദ്ധിച്ചിട്ടില്ലെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആമസോണിൽ നിന്ന് പടിയിറങ്ങുന്നതുവരെ അദ്ദേഹത്തിന്റെ ശമ്പളത്തിൽ ഒരു വർധനയും ഉണ്ടായിട്ടില്ല. അത്ഭുതപൂർവമായ വരുമാന ഒഴുക്കിന് കാരണം അദ്ദേഹത്തിന്റെ പക്കലുള്ള ആമസോണിന്റെ 10% ഓഹരികളാണ്. ഇത് അദ്ദേഹത്തെ സംബന്ധിച്ച് ശമ്പളത്തിന്റെ ആവശ്യമില്ലാതാക്കുന്നു. ബെസോസിന്റെ വാർഷിക ശമ്പളം വെറും $80,000 ആണ്. അതായത് ഏകദേശം 67 ലക്ഷം രൂപ മാത്രം. അതേസമയം മണിക്കൂറിൽ ആ ദേശം സൃഷ്ടിക്കുന്നത് 62 കോടി രൂപയും. ഇത് പ്രകാരം അദ്ദേഹം ഒരു മണിക്കൂറിൽ ഉണ്ടാക്കുന്ന തുക അദ്ദേഹത്തിന്റെ വാർഷിക ശമ്പളത്തേക്കാൾ 100 മടങ്ങ് വരും. ആഗോള കോടീശ്വര പട്ടികയിൽ നിലവിൽ 2ാം സ്ഥാനത്താണ് ബെസോസ്. അടുത്തിടെ വരെ ഇലോൺ മസ്കിന് കടുത്ത മത്സരം കാഴ്ചവെക്കാനും ബെസോസിന് സാധിച്ചിരുന്നു. ജെഫ് ബെസോസിന്റെ സമ്പത്ത് ഇന്ത്യൻ കോടീശ്വരന്മാരായ മുകേഷ് അംബാനിയെക്കാളും ഗൗതം അദാനിയെക്കാളും 10 മടങ്ങ് കൂടുതലാണ്. ബ്ലൂംബെർഗ് ബില്യണർ ഇൻഡെക്സിന് പകരം ബെസോസിന്റെ ആസ്തി $246 ബില്യൺ ആണ്. അതേസമയം മുകേഷ് അംബാനിയുടെ ആസ്തി $96.7 ബില്യൺ, അദാനിയുടേത് $82.1 ബില്യൺ ആണ്. കുറച്ചുകൂടി വ്യക്തമാക്കിയാൽ അംബാനിയേക്കാൾ ഇരട്ടിയിലധികവും അദാനിയേക്കാൾ 3 ഇരട്ടിയും സമ്പന്നനാണ് ബെസോസ്. വെറും ഒരു ഗ്യാരേജിൽ നിന്ന് ഉയർന്നു വന്ന ലോകം കീഴടക്കിയ വ്യക്തിയാണ് ജെഫ്. 1964 ജനുവരി 12 ജനിച്ച അദ്ദേഹം 1994 ജൂലൈ 5 സിയാറ്റിൽ ഗാരേജിലാണ് ആമസോണിന് തുടക്കമിട്ടത്. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ഓൺലൈൻ റീറ്റെയിലറാണ് ആമസോൺ. 2021 ജൂലൈ 5 അദ്ദേഹം ആമസോൺ CEO സ്ഥാനം ഒഴിഞ്ഞു. ആഗോളതലത്തിൽ ഏറ്റവും ധനികനായ ജൂതനാണ് ജെഫ്.